ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ചെമ്മീൻ്റെ നടുഭാഗത്ത് ഒരു ഞരമ്പുണ്ട്, അതുകൂടെ നമുക്ക് വലിച്ചെടുത്ത് മാറ്റി വെക്കണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കൈകൊണ്ട് എടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം പതുക്കെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ ചെമ്മീനും വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പൊ ചെമ്മീൻ നന്നായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മാരിനേഷൻ കൊടുക്കണം. നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ ഒന്ന് വറുത്തിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബിരിയാണി ചോറിന് വേണ്ടിയിട്ടുള്ള അരി എടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി അരിയാണ് എടുക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബ്രാൻഡിലുള്ള അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നന്നായി ഒരു 3-4 പ്രാവശ്യത്തോളം കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കണം. 1/2 മണിക്കൂർ നമുക്കിത് മിനിമം അരി കുതിർത്തെടുക്കണം. നന്നായി കഴുകി കുതിരാനിട്ട് കഴിഞ്ഞാൽ അരി നമുക്ക് നുറുങ്ങി പോകുന്നുള്ള പ്രശ്നം വരില്ല. അതേസമയം കഴുകാതെയാണ് കുതിർക്കുന്നതെങ്കിൽ പിന്നീട് കഴുകുമ്പോൾ അരി അത് നുറുങ്ങിപ്പോകും. ഇനി നമുക്കിത് 1/2 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസ് ആണ്. ഒരു 5 ഏലക്കായും, ഒരു ചെറിയ 2 കഷ്ണം പട്ട, ഒരു തക്കോലം, ഒരു 5-8 ഗ്രാമ്പു, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം വെള്ളത്തിൽ, എന്നാൽ മാത്രമേ ചോറിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി 1/2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അരി നമുക്ക് 90% വേവിച്ചാൽ മതി. ബാക്കി നമുക്ക് ദമ്മിൽ വേവിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇപ്പം നമുക്കിത് ഊറ്റാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം. ഇനി നിങ്ങൾ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലെടുത്ത് വറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടായ ശേഷം ചെമ്മീൻ വറുത്തെടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ചെമ്മീനെല്ലാം ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരുപാട് മുരിച്ചെടുക്കണ്ട, 2 സൈഡും ചെറുതായിട്ടൊന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതിനെയും ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഏകദേശം നന്നായി തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിത് ബാക്കി വേവിക്കുന്നത് മസാലയിൽ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം കോരി മാറ്റാം. നമ്മളിനി ഈ എണ്ണയിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് ചേർത്ത് വഴറ്റി കൊടുക്കാം. എണ്ണ പോരാകുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ബിരിയാണിയിലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഉപയോഗിക്കുന്നതാവും കൂടുതൽ രുചികരം. ഇനി സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് അരച്ചതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അരച്ചെടുത്തതാണ്. ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒരു 2 മീഡിയം സൈസ് തക്കാളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം മസാല നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ അരപ്പ് ചേർക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, ഒരു 5-8 കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിരിക്കുന്നതാണിത്. രണ്ടും കൂടെ നന്നായി അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കണം. തേങ്ങയുടെ ആ പച്ചച്ചുവയെല്ലാം മാറണ വരെ നന്നായി ചെറിയ തീയിലിട്ട് തന്നെ എണ്ണ തെളിയും വരെ വഴറ്റിയെടുക്കാം. തേങ്ങ അരച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഗ്രേവി എല്ലാം ഒന്ന് വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ ഈ ഗ്രേവിയിൽ ചെറിയ തീയിലിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല പാകമായിട്ടുണ്ട്. നമുക്കത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. അതിനുവേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കശുവണ്ടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം.
നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വറുത്ത ശേഷം നമുക്കത് കോരിയെടുക്കാം. ഇനി ഉണക്കമുന്തിരിയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. വേഗം കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തന്നെ ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ സവാളയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അപ്പോൾ ആദ്യം മസാലയിലേക്ക് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വറുത്ത് വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചോറ് 3 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. ഒരു ലെയർ ചോറിട്ട ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് വറുത്ത സവാള, കശുവണ്ടി, ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മേലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ദമ്മിട്ട് കൊടുക്കാം. ഇപ്പൊ 3 ലെയറും ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ലെയറിൽ കുറച്ച് ചെറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച ശേഷം നന്നായി മൂടി വെച്ച് ദമ്മിട്ടെടുക്കാം. ആവി ഒട്ടും പുറത്തു പോവാത്ത രീതിയിൽ വേണം ഫോയിൽ പേപ്പർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദമ്മിടാനായി ആദ്യം ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കുക. ഇനി അതിന് മേലേക്ക് വേണം നമ്മൾ ഈ ബിരിയാണി പാത്രം ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇതിന് ഏറ്റവും ചെറിയ തീയിൽ 20 മിനിറ്റ് നമുക്ക് ദമ്മിട്ടെടുക്കാം. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലും സാരമില്ല, ആവി പുറത്തു പോകാത്ത രീതിയിൽ മൂടി വെച്ചാലും മതിയാകും. ഇപ്പോൾ 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെയാണ് തുറക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ബിരിയാണി, ടേസ്റ്റി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. മസാലയും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടെ
പ്രസ് ചെയ്ത് വെക്കണം. ഞങ്ങളുടെ മറ്റുള്ള വീഡിയോസ് കാണുന്നതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.